വിനീത് ശ്രീനിവാസൻ ആളുടെ സിനിമകളൊക്കെ ഭയങ്കര ക്രിഞ്ചാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അതൊരു സത്യം ഇല്ലാതൊന്നുമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല ആറ്റം ക്രിഞ്ചുള്ള സാധനങ്ങളാണ് 90കളിലുള്ള ചില ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, പിന്നെ ചില രഞ്ജിത്ത് ജോഷ് ഇവരുടെയൊക്കെ ആക്ഷൻ സിനിമകളിലുള്ള ലവ് സീൻസ്. ഇപ്പോഴും ഈ സീനൊക്കെ കണ്ടാണല്ലോ നമുക്കങ്ങ് നാണം വന്ന് തൊലി ഉരിഞ്ഞ് ഇക്കിളി വരുന്ന ഐറ്റംസ് ഒക്കെ ആയിരിക്കും. നമ്മൾ ഈ സിനിമയൊക്കെ ഇങ്ങനെ നല്ല ഫ്ലോയിൽ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ കല്ലുകടി സാധനം പെട്ടെന്ന് കയറി വരും. അതിന് പറ്റിയ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണും. രാവണപ്രഭു, നരസിംഹം, ആറാം തമ്പുരാൻ, പിന്നെ ലേലത്തിൽ വരെ ഉണ്ട് ഇമാതിരി സീൻസ്. ഇതൊന്നും കൂടാതെ ഈ സീനൊക്കെ നല്ല അസാധ്യ വെറുപ്പിലാക്കുന്ന വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ സിനിമകളിൽ ഒരു ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറോ അങ്ങനെയൊക്കെ കാണും. അവർക്ക് എപ്പോഴും ഒരു മകളായിരിക്കും. അവൾ ആള് ജിഞ്ചിനാക്കലൊക്കെ ആയിരിക്കും. അവൾ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്ന പോലെ നായകൻ്റെയോ നായകൻ്റെ അനിയൻ്റെയോ ഒക്കെ ഗേൾഫ്രണ്ടൊക്കെ ആയിരിക്കും. ഇവളെ പ്രേമിച്ച് വീഴ്ത്താൻ വളരെ എളുപ്പമായിരിക്കും. ഇവർക്ക് ഇത്തിരി പഠിപ്പും അഭ്യാസവും പിന്നെ പട്ടണ പരിഷ്കാരവും ഒക്കെ ഉള്ള ആളാണെങ്കിൽ ശ്രീജ രവിയുടെ ഡബ്ബിങ് അത് മസ്റ്റാണ്. ശ്രീജ രവി ഒരു നല്ലൊരു ആർട്ടിസ്റ്റൊക്കെ തന്നെ. പക്ഷെ ഇമാതിരി സിനിമകളിൽ എപ്പോഴും പുള്ളിക്കകത്ത് ഇമാതിരി റോളേ കിട്ടത്തുള്ളൂ. അത് ഇവർ ഡബ് ചെയ്ത് വരുമ്പോണ്ടല്ലോ ഒരുമാതിരി കൊഞ്ചി മെഴുകും. ചായ മാഷ എന്നൊക്കെ വിളിച്ച് ആ സീൻ അങ്ങ് ടോപ്പ് ലെവൽ ക്രിഞ്ചാക്കി മാറ്റും.